നമ്മൾക്ക് ഇനി അടുത്തൊരു ന്യൂ ഇയർ കൂടി വരവായി അല്ലേ? അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, നമ്മളും ഓരോ ചാൻസസ് എടുക്കുക. അത് വെറുതെ അല്ല, 365 ഡേയ്സിൽ 365 ചാൻസസ് എടുക്കുക. ഇത് ലൈഫിൽ പ്രാവർത്തികമാക്കിയ ഒരു യുവാവിന്റെ കഥ പറയാം. വളരെയേറെ ഉത്കണ്ഠയും അതുപോലെ തന്നെ വിഷാദവും നേരിടുന്ന ഒരു യുവാവ്. അവന് അവന്റെ വീട് വിട്ട് പുറത്തു പോകാനോ അതുപോലെ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനോ ഫംഗ്ഷൻസിലൊക്കെ പങ്കെടുക്കാനോ ഒക്കെ വളരെ പേടിയും ഉത്കണ്ഠയും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്നും അവന് പുറത്തു പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവൻ ഈ ഒരു ചലഞ്ചസ് ഏറ്റെടുത്തു. 365 ഡേയ്സിലെ 365 ചാൻസസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവൻ അതിന് സഹായിക്കുന്ന രീതിയിൽ ജേർണലൊക്കെ ഉണ്ടാക്കി, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാനും, അതുപോലെ തന്നെ ഓരോ ദിവസവും ഒരു 5 മിനിറ്റ് നേരമെങ്കിലും വീടിന്റെ പുറത്തോട്ട് നടക്കാനും ഒക്കെ ശ്രമിച്ചു. ഇങ്ങനെയൊക്കെ ശ്രമിക്കുമ്പോൾ ആദ്യമൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അവന് അനുഭവപ്പെട്ടു. മറ്റുള്ളവരെയായിട്ട് കാണുമ്പോൾ സംസാരിക്കാനും വീടിന്റെ പുറത്തിറങ്ങാനും അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പ്രതിരോധവും ഒക്കെ അവനുണ്ടായി. മാനസികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടിരുന്നു. പക്ഷെ എങ്കിൽ പോലും അതിയായിട്ട് അവൻ ആഗ്രഹിച്ചത് കൊണ്ട് അവൻ ഈ ഒരു ഓരോ ദിവസവും അതിനുവേണ്ടി അവൻ്റെ ആ മാനസിക നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ ചാൻസസ് എടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം, ഈ ഒരു വർഷം അവസാനം അവനെ ഞാൻ കാണുമ്പോൾ അവൻ്റെ സ്വഭാവത്തിലും അതുപോലെ തന്നെ അവൻ്റെ സംസാരത്തിലും ഒക്കെ വളരെയേറെ മാറ്റങ്ങൾ കണ്ടു. കാരണം അവൻ ആത്മവിശ്വാസത്തോടെയും കോൺഫിഡൻസോട് കൂടിയൊക്കെ സംസാരിക്കാനും ഒക്കെ തുടങ്ങുകയും ചെറിയ ചെറിയ സോഷ്യൽ ഫംഗ്ഷനുകളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ തുടങ്ങി ഇതായിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ ആ ഒരു ചാൻസസ് ഏറ്റെടുത്തത് കൊണ്ട് ഈ ഒരു വർഷാവസാനം അവന് വളരെയേറെ അവൻ്റെ മാനസിക പുരോഗതി മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങളും ഇതുപോലെ തന്നെ 365 ഡേയ്സിൽ 365 ചാൻസസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് ഓരോ കാര്യത്തിലും, ഇപ്പം ഞാനൊരു മാനസിക നില മെച്ചപ്പെടുത്തുന്ന കാര്യമാണ് പറഞ്ഞത്. അതല്ലാതെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടെങ്കിൽ, അത് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധികൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഇങ്ങനെയൊരു ചലഞ്ച് ഏറ്റെടുക്കാനായിട്ട് എല്ലാവരും തയ്യാറാകുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത വർഷാവസാനം നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഗുഡ് ലൈഫിൻ്റെ ന്യൂ ഇയർ ആശംസകൾ. അടുത്തൊരു പുതുവർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല തുടക്കമാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു.